ഹലോ, ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളിപ്പോഴും നിങ്ങളുടെ പഴയ എക്സിനെ ഓർക്കാറുണ്ടോ? അതായത് നമ്മളെ ജോലിയുടെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയം, അതായത് കിടക്കാൻ പോകുന്ന സമയങ്ങളിൽ ബോയ്സ് ആണെങ്കിൽ ചിലപ്പം അമേരിക്കയിലേക്കൊന്ന് പോകും. പക്ഷേ അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ ഒന്ന് പോകും. അതൊന്നും ഒരു താല്പര്യം തോന്നാതെ നമ്മൾ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മുടെ ലവറിനെ കുറിച്ച് നമ്മൾ ഓർക്കാറില്ലേ? അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിനെ കുറിച്ച് നമ്മൾ ഓർക്കാറില്ലേ? അപ്പൊ അവരെ ഓർത്ത് നമ്മൾ ചിലപ്പം സാഡായിട്ടുള്ള പാട്ട് കേൾക്കും, അല്ലെങ്കിൽ അവരയച്ച മെസ്സേജ്, അവർ തന്ന ഗിഫ്റ്റ്, ഇതൊക്കെ എടുത്ത് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ, ഇവരതൊന്നും ഓർക്കാറ് കൂടിയില്ല. നിങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കാറ് കൂടിയില്ല. നമ്മളാണ് എപ്പോഴും അവരെ കുറിച്ചുള്ള കെട്ടുകാഴ്ചകൾ മനസ്സിൽ ഇങ്ങനെ പേര് നടക്കുന്നത്. അങ്ങനെ എന്റെ സഹോദരൻ, ഇത് ഞാൻ സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് പറയുന്ന വീഡിയോ ആണ് കേട്ടോ. സഹോദരിമാർക്ക് വേണ്ടി ഞാനിത് പറയില്ല, കാരണം അവർ ഓർക്കാറേ ഇല്ല. ബോയ്സിനും ഗേൾസിനും രണ്ട് ഇമോഷൻസ് ആണ് ഉള്ളത്. അത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ബോയ്സിന്റെ ഇമോഷൻസ് ആണ്. അവർക്ക് പുറത്തോട്ട് കരയാനും പറ്റില്ല, എങ്കിലും ഉള്ളു തുറന്ന് സംസാരിച്ചാൽ പൊട്ടിപ്പോവുകയും ചെയ്യും. അതാണ് അവരുടെ അവസ്ഥ. അവരൊരു വിഷമം പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ അവരെ കളിയാക്കുന്ന സമൂഹമാണ്. അപ്പൊ എന്റെ പൊന്നനിയന്മാരടുത്തും ചേട്ടന്മാരടുത്തൊക്കെ എനിക്ക് പറയുള്ളൂ, നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പോ ഒരു അഫെയറോ ഉണ്ടെങ്കിൽ തന്നെ അവരെ കുറിച്ച് ആലോചിച്ച് സമയം കളയാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ഫ്യൂച്ചറൊക്കെ സെറ്റ് ആക്കാൻ നോക്ക്. ടൈം ആകുമ്പോൾ ഒരാൾ വരും. ഒരു പെർഫെക്റ്റ് പ്ലാൻ ഒന്നും ഒരു ബോയ്സിന്റെ ലൈഫിൽ ഉണ്ടാവില്ല. വരുന്നത് വരട്ടെ. ഇന്നത്തെ കാലത്തെ പിള്ളേരെല്ലാം പഠിച്ചതൊന്നുമല്ല ജോലിക്ക് ചെയ്യുന്നത്. അവരെ ഇൻക്ലൂഡിങ് മീ, ഞാൻ പഠിച്ചതൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. അപ്പം നമുക്കൊരു പെർഫെക്റ്റ് ടൈം വരും, അത് കണക്കൊരു പെർഫെക്റ്റ് പാർട്ട്ണറും വരും. പോണവരൊക്കെ പോട്ടെ, അവരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ വളരെ വേസ്റ്റ് ആണ്. നിങ്ങളുടെ ആ ഒരു സമയം തന്നെ പോക്കുക. നമ്മൾ ചിലപ്പോൾ പറയില്ലേ, ചില സിനിമകൾ കണ്ടിട്ട് എന്റെ വെറുതെ എന്റെ പൈസ പോയി, എന്റെ സമയവും പോയി എന്ന് പറയില്ലേ. അത് കണക്കാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ വ്യക്തിയും ഓരോ ചാപ്റ്ററാണ്, അല്ലെങ്കിൽ ഓരോ സിനിമ പോലെയാണ്. ആ സിനിമ കണ്ടു, അവര് പോയി, അത് തീർന്നു. പുതിയ സിനിമ റിലീസാവും, അത്രേ ഉള്ളൂ. അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പൊ ഒരു മോട്ടിവേഷൻ കിട്ടിയില്ലേ, ഇത്രയേ ഉള്ളൂ. ഇത് കണക്കുള്ള മോട്ടിവേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്റെ ഈ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പുതിയ ചാനലാണ്, 4 പേരെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീട്ടിൽ നിന്നുള്ള ആൾക്കാരെ കണ്ടാ തോന്നുന്നു. ചെയ്തേക്കണം കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും വരും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും, നിങ്ങളെ കൊണ്ട് പറ്റുന്നൊരു അഭിപ്രായവും എനിക്ക് വേണം. പുതിയ വീഡിയോ ആയതുകൊണ്ടോ ഞാനിങ്ങനെ വെക്കി സംസാരിക്കുന്നത്. ജസ്റ്റ് ദ ബിഗിനിങ്.